നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഗസയിൽ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ 81 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ ഗസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികൾ 35,984 ആയി. 80,643 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തെക്കൻ ഗസയിലെ റഫേൽ കുടുംബത്തിലെ 6 പേർ കൊല്ലപ്പെട്ടു. റഫേൽ സൈനിക നടപടി ഉടൻ നിർത്തണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് അവഗണിച്ചാണ് ആക്രമണം. രാജ്യാന്തര കോടതിയുടെ ഉത്തരവ് മറികടന്നുള്ള ആക്രമണത്തിന്റെ പേരിൽ ഇസ്രായേലിനുമേൽ അന്താരാഷ്ട്ര സമൂഹം ഉപരോധം ഏർപ്പെടുത്തണമെന്ന് പലസ്തീൻ മേഖലയിലെ UN-ന്റെ പ്രത്യേക പ്രതിനിധി ഫ്രാൻസിസ്ക അൽബനീസ് ആവശ്യപ്പെട്ടു. സെൻട്രൽ ഗസയിലെ ന്യൂറാസത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിട്ട് കുട്ടി ഉൾപ്പെടെ വേറെ 6 പേരെയും കൊലപ്പെടുത്തി. അതിനിടെ റഫേലെ കുവൈത്തി ആശുപത്രിയിൽ ഒരു ദിവസം കൂടി പ്രവർത്തിക്കാനുള്ള ഇന്ധനമേ ബാക്കിയുള്ളൂ എന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും ആശുപത്രി ഡയറക്ടർ ആവശ്യപ്പെട്ടു. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ ജെയിൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തി 12 പലസ്തീനികളെ കസ്റ്റഡിയിലെടുത്തു. ജബാലിയിൽ നിരവധി ഇസ്രായേൽ സൈനികരെ പിടികൂടി തടവിലാക്കിയെന്ന് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ അവകാശപ്പെട്ടു. നിരവധി സൈനികരെ തുരങ്കങ്ങളിലേക്ക് ആകർഷിച്ച് വധിക്കുകയും പരിക്കേൽപ്പിക്കുകയും പിടികൂടുകയും ചെയ്തെന്നാണ് അവകാശവാദം. എന്നാൽ ഇസ്രായേൽ സൈന്യം ഇത് നിഷേധിച്ചിട്ടുണ്ട്. ജബാലിയിൽ മോർട്ടാർ ആക്രമണത്തിലൂടെ ഇസ്രായേൽ സൈന്യത്തിന് കനത്ത നാശം വരുത്തിയെന്നും ടാങ്കറുകൾ നശിപ്പിച്ചതായും ഹമാസ് അവകാശപ്പെട്ടു. ഇസ്രായേലുമായി പുതിയ മധ്യസ്ഥ ശ്രമം നടത്തിയിട്ട് കാര്യമില്ലെന്ന് ഹമാസ് നേതാവ് ഉസാമ ഹംദാൻ പറഞ്ഞു. അത്തരം സംസ്ഥാനങ്ങൾ സൈന്യത്തിന് അക്രമം നടത്താൻ കൂടുതൽ സാവകാശം നൽകുന്നതിന് മാത്രമേ ഉപകരിക്കൂ. ചർച്ചയുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ സമീപനം ആത്മാർത്ഥമല്ലെന്ന് ഉസാമ ഹംദാൻ കൂട്ടിച്ചേർത്തു. അതിനിടെ ഹമാസിന്റെ സൈനിക ശേഷിയിൽ 70% ഉപയോഗിക്കാൻ ബാക്കിയാണെന്നാണ് ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിലെ പ്രൊഫസർ മുഹമ്മദ് അൽ മസ്രി പറഞ്ഞത്. 30% സൈനിക ശേഷിയെ ഹമാസ് ഉപയോഗിച്ചിട്ടുള്ളൂ. ആയിരക്കണക്കിന് പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാനും അവർക്ക് നിഷ്പ്രയാസം കഴിയും. തുരങ്ക ശൃംഖലയിൽ ഭൂരിഭാഗവും ഇനിയും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇസ്രായേൽ വർഷിച്ചതിൽ പൊട്ടാതെ കിടക്കുന്ന 100 കണക്കിന് ബോംബുകൾ ഹമാസ് ഉപയോഗപ്പെടുത്തും. ഹമാസിനെ തകർക്കുമെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപനം നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.